മരിച്ച തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആരെക്കുറിച്ചും എന്ത് വൃത്തികേടും ഏത് ലെവലിലും ചെന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ ടീമേ ഈ നാട്ടിലുള്ളൂ എന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ആ ടീമുകൾ സലീം കുമാറിന്റെ മരണത്തെ ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും ശത്രുപാളയത്തിൽ നിന്നുള്ള പ്രധാന ശത്രു, ശബ്ദമുയർത്തുന്ന പ്രധാന ശത്രു വീഴുമ്പോൾ ആ വീഴ്ച കണ്ട് ആഹ്ലാദിക്കുകയാണ് ചിലർ. സലീം കുമാറിന്റെ മരണവിവരം വരും മുൻപ് തന്നെ ആദ്യം ഇന്നലെ രാവിലെ എത്തിയത് സലീം കുമാർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് എന്ന വാർത്തയായിരുന്നു. ഇന്നലെ രാത്രി 10:45 അദ്ദേഹത്തിന്റെ മരണവിവരം പുറത്തു വരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശുപത്രിയിലാണ്, അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് എന്ന് അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ചില കമന്റുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹം എന്ന കലാകാരനെ കേരളത്തിലേക്ക് നൽകിയ സംഭാവനകളെ അതൊന്നും ബഹുമാനിക്കാതെ അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തിൽ, ഇവർ പറയുന്ന രാഷ്ട്രീയത്തിൽ അതിന്റെ എതിർപ്പാളയത്തിൽ നിന്നതുകൊണ്ട് മാത്രം വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന, അങ്ങേയറ്റം ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെയുള്ള കുറ്റപ്പെടുത്തലുകളാണ് കണ്ടത്. സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന ചില കുറ്റപ്പെടുത്തലുകൾ നോക്കാം. CPM-ന് ട്രോള് ചെയ്തല്ലേ ഹോസ്പിറ്റലിൽ മരിക്കുവോ എന്ന് ചോദിക്കുന്നു. ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല എന്ന മറ്റൊരു കമന്റ്. കുഴപ്പമില്ല, സതീശനെ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും. ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവനാ, അസുഖം ആവണ്ട എന്നാണ് പറയുന്നത് ചിലർ. വെച്ച് കാത്തു കെട്ടിക്കൊണ്ട് ഇരിക്കാതെ സലീം കുമാറിനെ അങ്ങ് കൊല്ലടെ. മലയാള സിനിമക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലണം. സലീം കുമാറിനെ കൊല്ലാൻ പറയുന്നതേ സിനിമാക്കാരുടെ ദൈവം ശരത് RS ആണ് എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് സലീം കുമാറിന്റെ വാർത്തകൾ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള സലീം കുമാർ ആശുപത്രിയിൽ എന്ന വാർത്തയ്ക്കാണ് ഈ മനുഷ്യത്വരഹിതമായ അടിമകളുടെ മനുഷ്യത്വമില്ലായ്മ ഇവിടെ പച്ചയ്ക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യത്വം മരവിച്ച സൈബർ കോമാളികളോട് ഒരു മനുഷ്യൻ നമ്മളോടൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കലാകാരൻ സലീം കുമാർ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടുമ്പോഴാണ് ചില ക്രൂരമായ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാഷ്ട്രീയ തിമിരം ബാധിച്ചും അന്ധമായ വിദ്വേഷം തലയ്ക്ക് പിടിച്ചും ചില മനുഷ്യർ എഴുതിക്കൂട്ടുന്ന വാക്കുകൾ കാണുമ്പോൾ ചോദിക്കാൻ തോന്നുകയാണ്, നിങ്ങൾക്കൊക്കെ ഉള്ളിൽ ഇത്തിരിയെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടോ? ഒരു മനുഷ്യൻ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ പോലും സ്വന്തം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ നോക്കുന്ന, അയാളുടെ മരണവാർത്തയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പരസ്യമായി വിളിച്ചു പറയുന്ന നിങ്ങളെയൊക്കെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യനെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, അല്ലാതെ ഒരു ജീവന് മുന്നിൽ കൊഞ്ഞണം കുത്താനല്ല. അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ ഒക്കെ ജീവനുള്ള മനുഷ്യരോടാണ് കാണിക്കേണ്ടത്. അതിനപ്പുറം ഒരാൾ രോഗശയ്യയിലാകുമ്പോൾ മിനിമം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതില്ലെങ്കിൽ പിന്നെ നിങ്ങളും കാണ്ടാമൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രിയപ്പെട്ട സലീം കുമാർ, ഈ വിഷലിപ്തമായ വാക്കുകളെക്കാൾ എത്രയോ വലുതാണ് നിങ്ങളെ നെഞ്ചിലേറ്റുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പ്രാർത്ഥനകൾ. താങ്കൾ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആ ചിരിയോടെ ഞങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചെത്തും. ഈ വിദ്വേഷ കൂട്ടങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങളുടെയൊക്കെ ഉള്ളിലെ മനുഷ്യത്വം പൂർണ്ണമായി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ വളരെ ദയനീയമായി പറയട്ടെ, അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മൺമറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വലിയ കലാകാരൻ ഇനി ഓർമ്മ. ചിരിയുടെ തമ്പുരാനായി വന്ന് പിന്നീട് ആദാമിന്റെ മകൻ അബുവിലൂടെ നമ്മുടെ കണ്ണു നിറച്ച ആ അഭിനയ പ്രതിഭയ്ക്ക് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. നിങ്ങൾ സമ്മാനിച്ച ഓരോ കഥാപാത്രങ്ങളും ആ ഡയലോഗുകളും മലയാളികളുടെ മനസ്സിൽ എന്നും ജീവിക്കും. പകരം വെക്കാനില്ലാത്ത ആ ചിരിക്ക്, ആ വലിയ മനസ്സിന് വിട. ചിരിപ്പിച്ചവർ കരയിപ്പിച്ചു പോകുമ്പോഴാണ് ആ നഷ്ടത്തിന്റെ ആഴം നാം തിരിച്ചറിയുന്നത്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം കമന്റുകൾ ഇടുന്ന ആ തൊലിക്കട്ടി അത് സമ്മതിച്ചേ മതിയാകൂ എന്നാണ് പറയാനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ എപ്പോഴും മടി കാണിക്കാത്ത ഒരാളാണ്. ആദ്യകാലം മുതൽ തന്നെ താനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്ന് വളരെ വ്യക്തമാക്കിയ ഒരു നടൻ കൂടിയാണ് സലീം കുമാർ. മലയാള ചലച്ചിത്ര രംഗത്ത് രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാൻ പൊതുവെ സിനിമാക്കാർക്ക് മടിയാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് ഇടതുപക്ഷ ചായ്വുള്ള സുരക്ഷിതം നിലപാടുകൾ ആയിരിക്കും. എന്നാൽ ഈ നടപ്പുശീലങ്ങളെ കാറ്റിൽ പറത്തി CPM-ന്റെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കണ്ണിലെ കരടായി മാറിയ ഒരേ ഒരു നടനേ ഉള്ളൂ മലയാളത്തിൽ, അത് സലീം കുമാർ തന്നെയാണ്. രാഷ്ട്രീയ സ്വത്വം മറച്ചുവെക്കുന്നത് സമൂഹത്തോടുള്ള ചതിയാണെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം കോൺഗ്രസ് അനുഭാവം പരസ്യമാക്കുക മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ അപ്രമാദിത്വത്തെയും ഭരണപരാജയങ്ങളെയും തനത് ആക്ഷേപഹാസ്യം മുനകൾ കൊണ്ട് നിരന്തരം മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു.
അത് മാത്രമല്ല, ലോട്ടറി വിവാദ കാലത്ത് പണ്ട് ഐസക്കിനെ കൊണ്ട് വി ഡി സതീശൻ മൂക്കുകൊണ്ട് ഈ ധൃതരാഷ്ട്രർ എന്ന് എഴുതിച്ച ചരിത്രമുണ്ട്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് മൂക്കുകൊണ്ട് ഹൃതിക് റോഷൻ വരപ്പിക്കുമെന്നാണ് സലീം കുമാറിന്റെ ആ കാലഘട്ടത്തിലുള്ള പരിഹാസം വലിയ ചർച്ചയായിരുന്നു. വികസന സംവാദത്തിന് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയോട് പുലിമടയിൽ കൊണ്ടുപോയി തലവെക്കരുത് എന്ന ശക്തമായ ഉപദേശവും അദ്ദേഹം നൽകിയതും ഏറെ ചർച്ച ചെയ്തിരുന്നു. കളമശ്ശേരി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി VE അബ്ദുൾ ഗഫൂറിന്റെ പ്രചാരണ വേദിയിലാണ് അന്ന് മുഖ്യമന്ത്രിയെയും CPM-നെയും നിഷ്പ്രഭ ആക്കിക്കൊണ്ട് സലീം കുമാറിന്റെ രാഷ്ട്രീയ വെടിവെപ്പ് അന്ന് നടന്നത്. അതും വലിയ ചർച്ചയായിരുന്നു. എന്തായാലും കുരുപൊട്ടുന്ന സഖാക്കളും പൊട്ടാസ്യം സൈനൈഡ് കെമിസ്ട്രിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും ചർച്ചയാകാറുണ്ട്. ഒറ്റ പരിപാടിയിലൂടെ പ്രചാരണം നിർത്താമെന്ന് കരുതി ഇറങ്ങിയ സലീം കുമാറിന്റെ പ്രസംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടർന്നത്. ഇതോടെ സഖാക്കളുടെ കുരുപൊട്ടാൻ തുടങ്ങിയെന്നും തനിക്കെതിരെ കേസുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും സലീം കുമാർ പരിഹസിച്ചിരുന്നു. ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, കെമിസ്ട്രിയാണ് പറയുന്നത്, അതിനത്ര ലോലമാരാണോ സഖാക്കൾ എന്ന ചോദ്യത്തോടെ CPM-ന്റെ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ അദ്ദേഹം ദാക്ഷിണ്യമില്ലാതെ ട്രോളുന്നു. പണ്ട് സ്വർണം വേർതിരിച്ചെടുക്കാൻ പൊട്ടാസ്യം സയനൈഡ് വേണമായിരുന്നെങ്കിൽ ഇന്ന് ഒരു സഖാവിനെ അടുത്തു നിർത്തിയാൽ മതി എന്നാണ് സലീം കുമാറിന്റെ ശാസ്ത്രീയ കണ്ടെത്തൽ. വികസന സംവാദവും സതീശന്റെ വെല്ലുവിളിയും. സമൂഹ മാധ്യമങ്ങളിലൂടെ വികസന റിപ്പോർട്ടുകാർ നിരത്തി പ്രതിപക്ഷത്തെ സംവാദത്തിന് ക്ഷണിച്ച മുഖ്യമന്ത്രിക്ക് അതേ നാണയത്തിൽ VD സതീശൻ മറുപടി നൽകിയ പശ്ചാത്തലത്തിലാണ് സലീം കുമാറിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥലത്തും സമയത്തും നേരിട്ടുള്ള സംവാദം താൻ തയ്യാറാണെന്ന് സതീശൻ ആവർത്തിച്ചിട്ടും പിണറായി വിജയൻ സോഷ്യൽ മീഡിയ സംവാദം എന്ന പേരിൽ പിന്നോട്ട് പോവുകയാണെന്ന UDF ആരോപിക്കുമ്പോൾ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടി എന്ന കൊല്ലത്ത് പരിഹസിച്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നിലപാട് മാറ്റിയതിനെയാണ് സലീം കുമാർ തന്റെ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അന്ന് നേരിട്ടത്. ഊളംപാറ പരാമർശവും അണയാത്ത വിവാദങ്ങളും ഇപ്പോഴും കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. അതൊക്കെ തന്നെയാണ് സലീം കുമാറിന്റെ മരണവാർത്ത ആഘോഷിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ കോമാളിയാകുന്ന കലാകാരന്മാർ, ഭരണകൂടത്തിന്റെ ആനുകൂല്യങ്ങൾക്കും പദവികൾക്കും വേണ്ടി ഇടതുപക്ഷത്തിന് ന്യായീകരണവുമായി രംഗത്തിറങ്ങുന്ന സാംസ്കാരിക നായകന്മാരെയും കലാകാരന്മാരെയും സലീം കുമാർ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. കലാകാരന്മാർ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വെറും കോമാളികളായി മാറിയിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ പരിഹസിച്ച് ഇതുകൊണ്ടാണ് മെസ്സി കേരളത്തിലേക്ക് വരാത്തത് എന്ന് പറയാൻ സലീം കുമാറിലെ രാഷ്ട്രീയക്കാരന് ഒട്ടും മടിയുണ്ടായിരുന്നില്ല. രാഷ്ട്രീയ വൈരാഗ്യവും ചലച്ചിത്ര അക്കാദമിയുടെ പകപോക്കലും. തുറന്ന രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ സലീം കുമാറിന് ഇടതുപക്ഷ സർക്കാരിൽ നിന്നും സാംസ്കാരിക സ്ഥാപനങ്ങളിൽ നിന്നും നിരന്തരം അവഗണനകൾ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. 2021 കൊച്ചിയിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ദേശീയ പുരസ്കാര ജേതാവായ അദ്ദേഹത്തെ മനഃപൂർവ്വം ഒഴിവാക്കിയത് വലിയ വിവാദമായിരുന്നു. തന്റെ കോൺഗ്രസ് രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിന്നീട് കമലും AK ബാലനും ഫോണിൽ വിളിച്ച് അന്വയിപ്പിക്കാൻ നോക്കിയെങ്കിലും ആ വൈകി വന്ന വിവേചനത്തിന്റെ ക്ഷണം നിരസിക്കാൻ സലീം കുമാർ ആത്മാഭിമാനമുള്ള കലാകാരന് സാധിച്ചു. അമ്മയിൽ വിരിഞ്ഞ വിപ്ലവം. സംഘടനകൾക്കുള്ളിലെ രാഷ്ട്രീയ കളികൾക്കെതിരെയും സലീം കുമാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ചലച്ചിത്ര പ്രവർത്തകർ തമ്മിൽ മത്സരിച്ചപ്പോൾ ആർക്കും വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ല എന്ന അമ്മയുടെ തീരുമാനം ലംഘിച്ച് മോഹൻലാലും പ്രിയദർശനും ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് ചോദിച്ചിറങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി മമ്മൂട്ടിക്ക് രാജി നൽകി സംഘടനയിൽ നിന്ന് പടിയിറങ്ങിയ സലീം കുമാറിന്റെ നിലപാട് മലയാള സിനിമയെ ഞെട്ടിച്ച ഒന്നായിരുന്നു. മിത്തും റിയാലിറ്റിയും ഷംസീറിനുള്ള എയർപോർട്ട് മറുപടിയും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ നടത്തിയ ശാസ്ത്രവും മിത്തുകളും എന്ന പ്രസംഗം വിവാദമായപ്പോൾ സലീം കുമാർ നടത്തിയ പരിഹാസം സോഷ്യൽ മീഡിയയിൽ ഇന്നും തരംഗമാണ്. ഗണപതി മിത്താണെങ്കിൽ റിയാലിറ്റിയുടെ വിജയത്തിന് വേണ്ടി ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഇനി മുതൽ മിത്തിസം വകുപ്പ് മന്ത്രി എന്ന് വിളിക്കണമെന്നും ശബരിമല ഭണ്ഡാരത്തിൽ നിന്ന് കിട്ടുന്ന പണത്തെ മിത്തുമണി എന്ന് വിളിക്കണമെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപഹാസ്യം. 2018 നവോത്ഥാന നിലപാടുകൾ വോട്ട് ബാങ്ക് തകർന്നപ്പോൾ CPM-നെ തിരുത്തേണ്ടി വന്ന ചരിത്രത്തെയാണ് അദ്ദേഹം ഇതിലൂടെ ഓർമ്മിപ്പിച്ചത്. എന്തായാലും കാലം മറഞ്ഞുപോയ അല്ലെങ്കിൽ കാലത്തിൽ അലിഞ്ഞ സലീം കുമാറിന് മലയാളി വാർത്തയുടെ ആദരാഞ്ജലികൾ. മായില്ല, മറക്കില്ല ഈ മലയാളിക്ക് ജീവനുള്ള നാൾ.